ടി ജെ സനീഷ് കുമാർ MLA ചേരുകയാണ്. ശ്രീ ടി ജെ സനീഷ് കുമാർ, ക്യാൻസർ രോഗിയായിരുന്ന ഒരു വ്യക്തി PF തുക കിട്ടാതെ വന്നതോടുകൂടി ഓഫീസിൽ പോയി വിഷം കഴിച്ചു. ഇന്നലെയാണ് സംഭവം. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ മരണവാർത്തയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. PF ഓഫീസിലെ ഉദ്യോഗസ്ഥന്റെ അനാസ്ഥയാണ് മരണത്തിലേക്ക്, ഈ ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് കുടുംബം പറയുന്നത്. താങ്കൾ ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു? ഇക്കാര്യത്തിൽ ഇടപെടാൻ നേരത്തെ താങ്കൾക്ക് ഒരു അവസരം ഉണ്ടായിരുന്നു? ഞാൻ ഈ വിഷയം അറിഞ്ഞിരുന്നില്ല. ഇത് ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ ഈ വിഷയം അറിഞ്ഞത്. വളരെ ഷോക്കിംഗ് ആണ്. തീർച്ചയായിട്ടും ജോലി ചെയ്ത് പണമടച്ച് അദ്ദേഹം വളരെ നാളുകളായിട്ട് അതിന്റെ ആനുകൂല്യം ലഭിക്കാതെ മരണപ്പെടേണ്ടി വരുന്ന സാഹചര്യം തികച്ചും നിർഭാഗ്യകരമാണ്. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിച്ച് കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം എന്നാണ് ഞങ്ങൾക്കൊക്കെ ആവശ്യപ്പെടാനായിട്ടുള്ളത്. 1-2 വർഷമല്ല ശ്രീ ടി ജെ സനീഷ് കുമാർ. നോക്കൂ, വിരമിച്ചതിന് ശേഷം 80,000 രൂപയ്ക്ക് വേണ്ടി എത്ര തവണ കൊച്ചിയിലെ ഈ PF ഓഫീസിലേക്ക് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഓഫീസുകളിലേക്കൊക്കെ അദ്ദേഹം കയറി ഇറങ്ങിയിട്ടുണ്ടാകും. ഏറ്റവും ഒടുവിൽ ആത്മഹത്യ എന്ന അവസാന മാർഗത്തിലേക്ക്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എങ്കിൽ പോലും ആത്മഹത്യയിൽ അഭയം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടതല്ലേ? ഉദ്യോഗസ്ഥരുടെ ഫയലുകളിൽ ജീവിതമുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതനുസരിച്ച് ഓഫീസുകളും മാറേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇതൊക്കെ ഗവൺമെന്റിന്റെ വാക്കുകളിൽ മാത്രമാണ് ഈ ആത്മാർത്ഥതയുള്ളൂ. പ്രവൃത്തിയിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ആത്മാർത്ഥതയില്ല. ഇവിടെ ആയിരക്കണക്കിന് ആളുകളാണ് പെൻഷന് വേണ്ടി ഇപ്പോ കിട്ടാത്തൊരു സാഹചര്യമുള്ളൂ. ഇത് തന്നെയാണ് പല കാര്യങ്ങളിലും ഇതുപോലുള്ള അനാസ്ഥകൾ. ഇപ്പോ സെക്രട്ടേറിയറ്റിൽ തന്നെ ലക്ഷക്കണക്കിന് ഫയലുകളാണ് ഇപ്പോ കുടുങ്ങിക്കിടക്കുന്നത്. ഒരു തരത്തിലുള്ള തീർപ്പാകലും ഇത്തരം ഫയലുകളിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരം അനാസ്ഥയ്ക്കൊക്കെ ഉത്തരവാദി ഗവൺമെന്റ് സംവിധാനവും ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇത്തരം ശിവരാമനെ പോലുള്ള ആളുകളുടെ മരണത്തിന് ഉത്തരവാദികൾ. ശ്രീ ടി ജെ സനീഷ് കുമാർ MLA എന്ന നിലയിൽ അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നത്? ഈ ശിവരാമൻ ഈ വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ഇത് ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടത്. തീർച്ചയായിട്ടും ഇത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാനായിട്ടുള്ള ഏതറ്റം വരെയും ഞങ്ങൾ അതിനോടൊപ്പം ഉണ്ടാവും. വളരെ നന്ദി ശ്രീ ടി ജെ സനീഷ് കുമാർ MLA പ്രതികരിച്ചതിന്. നമുക്കൊപ്പം ജെയ്സൺ ചാമവളപ്പിൽ തുടരുന്നുണ്ട്. ജെയ്സൺ ചാമവളപ്പിൽ, ഇപ്പോൾ MLAയുടെ പ്രതികരണമാണ് നമ്മൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. പേരാമ്പ്ര സ്വദേശി ശിവരാമൻ ഈ വിഷയത്തെക്കുറിച്ച് സഹായം തേടി മറ്റിടങ്ങളിലൊക്കെ സമീപിച്ചിരുന്നു. കുടുംബം അങ്ങനെയുള്ള സൂചനകൾ നൽകുന്നുണ്ടോ? കാരണം ഒരു ഓഫീസ് കയറി ഇറങ്ങി മടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു റെക്കമെൻഡേഷനൊക്കെ ശ്രമിക്കുന്ന ഒരു പതിവ് സാധാരണക്കാരായ ജനങ്ങൾ നമ്മൾ കണ്ടുവരാറുള്ളതാണ്. അങ്ങനെയുള്ള ശ്രമങ്ങളും ശിവരാമൻ നടത്തിയിരുന്നു. അതേക്കുറിച്ച് കുടുംബം എന്തെങ്കിലും പറയുന്നുണ്ടോ ജെയ്സൺ? ഇവിടെ മറ്റു ആളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കുടുംബം വ്യക്തമാക്കുന്നില്ല. പക്ഷേ അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, എറണാകുളത്താണ്, കൊച്ചിയിലാണ് ഈ ഓഫീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രാദേശികമായ നേതാക്കളെയോ മറ്റേതെങ്കിലും ജനപ്രതിനിധികളോ ബന്ധപ്പെട്ടതായി അവരുടെ ബന്ധുക്കൾ നമ്മോട് വ്യക്തമാക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇദ്ദേഹം PFൻ്റെ ഓഫീസിൽ കയറി ഇറങ്ങുക തന്നെയാണ്. പണത്തിന് അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വളരെ മോശമായ പെരുമാറ്റം, അതായത് ഇത് ലഭിക്കില്ല എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നപ്പോഴാണ് അദ്ദേഹം ആത്മഹത്യ എന്ന ഒരു വഴി തിരഞ്ഞെടുത്തത്. നമുക്ക് ഒരു കാര്യം അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ വിഷം കരുതിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രയേറെ നിരാശ അദ്ദേഹത്തിന് കഴിഞ്ഞ കുറേ കാലങ്ങളായി പണത്തിന് വേണ്ടിയിട്ടുള്ള അലച്ചിലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അത് തീരുമാനമെടുത്തു പോയ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമുക്ക് അദ്ദേഹം കഴിഞ്ഞ ദിവസം വിഷം കഴിച്ചു, അവിടെ വെച്ച് തന്നെ വിഷം കഴിച്ചു എന്ന് പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും അദ്ദേഹം ഇത്ര നാളും നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി ഒരിക്കലും ആ പണം തനിക്ക് തിരിച്ചു കിട്ടില്ല എന്ന ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ചിന്ത ആളെ വല്ലാതെ അലട്ടിയിരുന്നു. ഇനി ഇത് അവസാനത്തെ ശ്രമമാണ്. വിവരങ്ങൾ നൽകിയത്. ഒപ്പം അർജുൻ മട്ടന്നൂരും പ്രൊവിഡന്റ് ഫണ്ട് തുക ലഭിക്കാത്തതിനെ തുടർന്നാണ് PF ഓഫീസിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് ശിവരാമന്റെ മരണ വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്.